പാട്ടിൻ്റെ വഴികളിൽ സംഗീത പ്രതിഭകളെ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി പഞ്ചായത്തിലെ അരിവളഞ്ഞപൊയിൽ എന്ന സ്ഥലത്തുള്ള അർച്ചന സത്യൻ്റെ വീട്ടിലാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അർച്ചന സത്യനോട് ഉണ്ടോ നോക്കിയിട്ട് വിശേഷങ്ങളിലേക്ക് പോകാം. ഹായ്, പാട്ടിൻ്റെ വഴികൾ എന്ന പ്രോഗ്രാമിൽ നിന്നാണ് വന്നത്. അർച്ചനയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്കുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ്. പാട്ടിന്റെ വഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. അർച്ചനയുടെ ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ അർച്ചന, ഏത് പാട്ടാണ് ആദ്യം പാടുന്നത്? ഞാൻ സമ്മർ ഇൻ ബത്ലഹേമിലെ നമ്മുടെ സുജാ ചേച്ചി പാടി എത്രയോ ജന്മമായിട്ടുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ, ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, മായുന്ന സന്ധ്യേ നിന്നെ തേടി ഈറന്നിലാവിൻ പരാഗം, എന്നെന്നും നിൻ മടിയിലെ പൈതലായി നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്കവേ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, മാസരാവിൽ പൂക്കും മുല്ലേ നീ തന്നു തീരാ സുഗന്ധം. ഈ മഞ്ഞും എൻ മിഴിയിലെ മൗനവും എൻ മാറിൽ നിറയുമീ മോഹവും നിത്യമാം സ്നേഹമായി തന്നു ഞാൻ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ, ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. la 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 la
എല്ലാവർക്കും അർച്ചനയുടെ പാട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അർച്ചനയുടെ വിശേഷങ്ങൾ ചോദിക്കാം. അർച്ചന ഇപ്പൊ എന്താണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ എറണാകുളത്താണ് ഡിഗ്രി സെക്കൻഡ് ഇയർ കോതമംഗലം പൈങ്ങോട്ടൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ പഠിക്കുകയാണ്. ഫ്രണ്ട്സിനെ എല്ലാം മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഇപ്പോൾ എന്താ പറയുക, കോവിഡ് ആയതുകൊണ്ട് ഓൺലൈനിലാണ് ക്ലാസ്സൊക്കെ. അപ്പോൾ 8 മാസത്തോളമായി ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫീല്? നല്ല നല്ല ഹാപ്പി ആയിരിക്കും, കുറച്ചും കൂടെ നല്ല രസമായിരിക്കും. അടിച്ചു പൊളിച്ച് കോളേജൊക്കെ അല്ലേ, അപ്പോൾ നല്ല രസമായിരിക്കും. ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായോ? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്നത്. അത് കാർത്തികപുരത്തെ ധ്വനിയിൽ വിനോദ് മാഷിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. പിന്നെ 2 മാഷിൻ്റെ അടുത്ത് മാറി മാറി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന രാമവർമ്മരാജ സംഗീത അക്കാദമി അരങ്ങത്താണ്, പ്രഭാവതി ടീച്ചറിൻ്റെ കീഴിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യമായതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് നിൽക്കുവാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ഡിഗ്രി കഴിഞ്ഞിട്ട് PG കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം പാട്ടും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. കൊണ്ടുപോകാം. പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആരൊക്കെ വീട്ടിലാരെ തന്നെയാണ് പാടുന്നത്, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഹെൽപ്പ് ആയിട്ടുണ്ടോ? വീട്ടില് പാട്ട് പാടുന്നത് അച്ഛൻ പാടും, അച്ഛൻ്റെ അച്ഛനും നന്നായിട്ട് പാട്ട് പാടും. പിന്നെ പാട്ടിന് എന്താ പറയാ, കൂട്ട് നല്ല എന്താ പറയാ, അത് പാട് ഇത് പാടുന്നൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാം പാട്ടിന് വേണ്ടി നല്ലൊരു ഇതാക്കുന്നുണ്ടോ? എല്ലാവർക്കും നല്ല എന്താ പറയാ, നല്ല ഇഷ്ടമാണ് എല്ലാവരും. ഇപ്പോൾ വീട്ടിലിരുന്ന് ചുമ്മാ പാട്ട് പാടിയിട്ടാണെങ്കിലും അവർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവരത് വീഡിയോ ആക്കി സ്റ്റാറ്റസ് ഇടുകയും നല്ല കമന്റ്സ് ഒക്കെ പറയുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷമാണ്. പാട്ട് കേൾക്കാൻ അവർ ചോദിക്കും ഇന്ന പാട്ട് പാടാൻ, ഇന്ന പാട്ട് പാടണം. അവർ ചോദിക്കലുണ്ട്, ഐഡി അത് പാട്ട് പാടി തരുമോ? കോളേജിലാണെങ്കിൽ ഇപ്പോൾ ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുവാണെങ്കിൽ പാട്ട് പാടാവോ എന്ന് ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പാട്ട് കൊട്ടിപ്പാടും. എല്ലാവരും പാട്ട് പാടാനെല്ലാം കൂടുവോ? അങ്ങനെ കൂടുതലുണ്ട്, പാട്ടുപാടാൻ കൂടുതലുണ്ട്, ഇല്ല അഴിയുന്നില്ല. ഇപ്പൊ ആരാ പഠിപ്പിക്കുന്നത്? ഇപ്പൊ കോളേജില് ഇപ്പൊ മെയിനായിട്ട് പറയേണ്ട ഞങ്ങളുടെ HOD ആണ്, ബേസിൽ സാറാണ് എല്ലാത്തിനും നല്ല സപ്പോർട്ട്. ഇപ്പൊ കോളേജ് ഡേ വന്നാലും ആർട്സ് ഡേ വന്നാലും എന്തിനാണേലും നമ്മളെല്ലാവരെയും എല്ലാത്തിനകത്തോട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാറ് നല്ലൊരു ഇതാണ്. എന്താ പറയാ, പാട്ട് പാടുന്നുണ്ട്. സാറും നല്ലൊരു കലാകാരനാണ്, നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ഡാൻസും കളിക്കും, നല്ല ഇതാണ്. പിന്നെ സാറിന് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് എല്ലാവർക്കും. ബേസിൽ സാർ ഞങ്ങളുടെ എല്ലാവരുടെയും ഉയരാണ് സാറ്. കോളേജിലായാലും എല്ലാതും കൊട്ടിയെല്ലാം പാടുന്നില്ലേ? പിന്നെ വാട്സപ്പിൽ ഇപ്പൊ ഓഡിയെല്ലാം അയച്ചു കൊടുക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു 4 വരി പാട്ട് പാടുവോ? പാട്ട് പാടാം. കണ്ണേ കലൈമാനേ കന്നിമയിലെന കണ്ടേനു നാനേ, കണ്ണേ കലൈമാനേ കന്നിമയിലെന കണ്ടേനു നാനേ, அந்திப்பகலூனை நான் பார்க்கிறேன், ஆண்டவனை இதைதான் கேட்கிறேன். ராரிராரோ ஓராரிரோ, ராரிராரோ ஓராரிரோ, கண்ணே கலைவானே കന്നിമയിലെന കണ്ടേനുനെ നാനേ. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അർച്ചന ഈ പാട്ട്. അർച്ചനന്റെ അച്ഛൻ നന്നായി പാടുമെന്ന് പറഞ്ഞല്ലോ. അച്ഛന്റെ പാട്ട് അച്ഛൻ ഇപ്പൊ പാടിത്തരും നമുക്ക്. അച്ഛൻ ഇപ്പൊ കൊറേ അച്ഛൻ പാട്ട് പാടിയിട്ട് ഇപ്പൊ നമ്മള് അമ്പലങ്ങളിലൊക്കെ ഭജനക്കൊക്കെയാണ് അച്ഛൻ പാട്ടാറ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, എനിക്കൊരു ചേട്ടനാണ്. ചേട്ടന്റെ പേര് അജിത്ത്. ചേട്ടൻ ഹൈദരാബാദ് വർക്ക് ചെയ്യായിരുന്നു, ഇപ്പൊ ചേട്ടായി നാട്ടിലുണ്ട്. അപ്പം എല്ലാരും നല്ല സഹകരണമായിരിക്കും അല്ലേ പാട്ടിന്? സഹകരണമാണ്, നല്ല നല്ല കൂട്ടാണ് എല്ലാവരുമായിട്ട്. അമ്മ എന്തെടുക്കുന്നു? അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഇനിയിപ്പോ അടുത്ത മാസം തിരിച്ചു പോകണല്ലോ എന്ന് ഓർക്കുമ്പോ ഇത്രയും കാലം വിഷമം, വീട്ടിലിരുന്നിട്ട് പെട്ടെന്ന് പോകുമ്പോ ഒരു ഇത്. പക്ഷെ ഫ്രണ്ട്സിനെ ഒക്കെ കാണാലോ എന്ന് ഓർക്കുമ്പോ അതും ഒരു സന്തോഷം. അപ്പൊ ചേട്ടൻ ഇപ്പം ജോലിക്ക് പോകുന്നില്ല? ഇല്ല ചേട്ടൻ ഇനി കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട്. കൊറോണ വന്ന പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? പരസ്പരം എന്താ പറയാ, എല്ലാരും ഒന്നിച്ച് വീട്ടിൽ കിട്ടി. അച്ഛനാണേലും ചേട്ടനാണേലും ഒന്നിച്ച് വീട്ടിൽ കിട്ടി. അല്ലെങ്കിൽ അമ്മയും അച്ഛനും ചേട്ടായും, ഒന്നെങ്കിൽ ഞാനൊന്നും പുറത്തായിരിക്കും, അല്ലെങ്കിൽ ചേട്ടായി പുറത്തായിരിക്കും. എല്ലാരും കൂടെ ഒന്നിച്ചിരിക്കാനൊരു ഇത്. പിന്നെ കസിൻസ് ഒക്കെ വരുന്നുണ്ട്, എല്ലാവർക്കും നല്ല ഇത് ഹാപ്പിയാണ്. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊറോണ ആയതുകൊണ്ട് അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്റെ കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ ചേട്ടായുടെ കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട്. ഓണം എല്ലാം അടിച്ചു പൊളിച്ചോ? ഓണം ഒക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. ഓണത്തിന് എല്ലായിടത്തും പോയോ? ബന്ധുക്കാരുടെ ഒക്കെ അടുത്ത് പോയി.
അവരൊക്കെ നല്ല സഹകരണമാണ് പാട്ടിന്? എല്ലാവരും നല്ല സഹകരണമാണ്. അവരെല്ലാം പാട്ടെല്ലാം പാടുവോ? അവര് പാട്ടിനേക്കാളും കൂടുതൽ ടിക്ടോക്ക് അതുപോലെ തന്നെ ഡാൻസ് അങ്ങനെയുള്ള മേഖലയിലാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം. ഇപ്പൊ ടിക്ടോക്ക് ബാൻ ചെയ്തതുകൊണ്ട് ഇനിയിപ്പോ പുതിയ ഒരു സംരംഭം വരാൻ വേണ്ടിട്ട് നോക്കിയിരിക്കാന്ന്. പബ്ജി അല്ലേ ഇപ്പൊ എല്ലാവർക്കും കൂടുതൽ? പബ്ജി ഇല്ല, അവര് പബ്ജി കളി ഇല്ല, മോജോ ടിക്ടോക്ക് അങ്ങനെയുള്ള മേഖലകളിലാണ് എല്ലാവരും. ഇപ്പൊ പാട്ടല്ലാണ്ട് വേറെ എക്സ്ട്രാ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഓർഗൻ പഠിക്കുന്നുണ്ടായിരുന്നു, അതും ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയത് കൊണ്ട് അതും പകുതി വഴി നിന്നു. ഇനിയിപ്പോ അത് പഠിക്കണം എന്ന് ആഗ്രഹം? ഇനിയിപ്പോ പഠിത്തം എല്ലാം ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ പാട്ടിന്റെ കൂടെ തന്നെ ഓർഗനും കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഓർഗൻ ഞങ്ങൾക്ക് വായിച്ചു തരുമോ? വായിക്കാം. നാട്ടിൽ കുറെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഫ്രണ്ട്സ്, പേര് ചിന്നു, ഇവൾ ശരിക്കുള്ള പേര് മീനു എന്നാണ്, ഞങ്ങൾ വിളിക്കണത് ചിന്നു എന്നാണ്. പേര് ജോസ്ലെറ്റ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസ്ലെറ്റ് ആണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള റേഷൻ കാർഡ് എന്ന് പറഞ്ഞ വെബ് സീരീസിൽ മെയിൻ കഥാപാത്രം ചെയ്യുന്നു. ചിന്നു ടിക്ടോക്ക് മോജോയിലൊക്കെ ഫേമസ് ആണ്, നല്ല ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്, എല്ലാം നല്ല കമ്പനിയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടാണ്. അർച്ചനയുടെ സംഗീതത്തിനൊപ്പം കൂട്ടുകാരികളുടെ ഡാൻസും തിരുനെറ്റിക്കല്ലിന്റെ മനോഹാരിതയും കാണാൻ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഉള്ളത് തിരുനെറ്റിക്കല്ലിന്റെ താഴെയുള്ള സ്ഥലത്താണ്. അതാണ് തിരുനെറ്റിക്കല്ല്. നമുക്ക് അവിടെയാണ് പോകേണ്ടത്. ഈ സ്ഥലം കാണാൻ ഭാഗ്യം ലഭിച്ചത് അർച്ചനയുടെ പാട്ടാണ്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അർച്ചനയുടെ അച്ഛനോട് ചോദിക്കാം. ഈ സ്ഥലത്തിനെ പറ്റി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കൂ. കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി പഞ്ചായത്ത് ജോസ്ഗിരി തിരുനെറ്റിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. പകുതി സ്ഥലം കല്ലിരിക്കുന്ന സ്ഥലം ഉദയഗിരി പഞ്ചായത്തും ബാക്കി സ്ഥലം ചെറുപുഴ പഞ്ചായത്തുമാണ്. ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണിത്. അർച്ചനയുടെ വസീകര എന്ന ഗാനത്തിനൊപ്പം കൂട്ടുകാരികളുടെ ഡാൻസും കൂട്ടുകാരുടെ ഞാനും ഉണ്ട് കേട്ടോ ഡാൻസിന്. വാച്ച് ആൻഡ് എൻജോയ് ഇറ്റ്. வசீகரா என் நெஞ்சினுக்கா உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களில் ஏக்கங்கள் தீரும். வசீகரா என் நெஞ்சினுக்கா உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களில் ஏக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவால் நான் ஏங்குகிறேன்.
ஏங்குகிறேன் உன் நினைவால் நானே அடைமழை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வேள்வாய் அது தெரிந்தும் கூட அன்பே மனமதையே தான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டால் ஒன்றாடை கொள்ளே நான் மீண்டும் வசீகரா என் நெஞ்சினுக்கா உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களில் ஏக்கங்கள் தீரும் தினமுன்னே குளித்ததும் என்னை தேடி என் சேலை நுனியால் உந்தன் தலை துடைப்பாயே அது கவிதை திருடன் போல் பதுங்கியே திடீரென்று பின்னால் இருந்த என்னை நீ அணைப்பாயே அது கவிதை யாரையும் மணி கேட்டால் அதை சொல்ல கூட தெரியாதே காதலினும் முடிவிலே கடிகார நேரம் கிடையாது வசீகரா என் நெஞ்சினுக்கா உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களில் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் தயவாய் தானே ஏங்குகிறேன் ஏங்குகிறேன் உன் நினைவாய் நானே ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത എപ്പിസോഡിനുമായി കാത്തിരിക്കുക. ബൈ ഫ്രം നിവേദ്യ മനോജ്.